ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. 2023 മികച്ച നവാഗത പാർലമെൻറ്റേറിയനുള്ള ലോക്മത് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ജോൺ ബ്രിട്ടാസ്. 2023 മികച്ച നവാഗത പാർലമെൻറ്റേറിയനുള്ള ലോക്മത് പുരസ്കാരം ലഭിച്ചത് ജോൺ ബ്രിട്ടാസിനാണ്. സംസ്ഥാനത്ത് ആദ്യമായി പ്ലാസ്മോഡിയം ഒവൈൽ മലേറിയ സ്ഥിരീകരിച്ച ജില്ല ഏതാണ്? കോഴിക്കോട്. കേരളത്തിൽ ആദ്യമായി പ്ലാസ്മോഡിയം ഒവൈൽ മലേറിയ സ്ഥിരീകരിച്ച ജില്ല കോഴിക്കോടാണ്. മലേറിയ പൂർണ്ണമായും തുടച്ചു നീക്കിയ ആദ്യ ഗൾഫ് രാജ്യം ഏതാണ്? UAE. മലേറിയ രോഗം പൂർണ്ണമായും തുടച്ചു നീക്കിയ ആദ്യ ഗൾഫ് രാജ്യം UAE ആണ്. 2024 ഫെബ്രുവരിയിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ആകെ റംസർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ്? 80. 2024 ഫെബ്രുവരിയിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ആകെ റംസർ സൈറ്റുകളുടെ എണ്ണം 80 ആണ്. നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റംസർ സൈറ്റുകൾ ഉള്ള സംസ്ഥാനം തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ 16 റംസർ സൈറ്റുകളാണ് ഇപ്പോൾ ഉള്ളത്. 2024 ലോക തണ്ണീർത്തട ദിന പ്രമേയം എന്താണ്? വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ്. 2024 ലോക തണ്ണീർത്തട ദിന പ്രമേയം എന്തായിരുന്നു? വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് എന്നതായിരുന്നു. ഏത് ബഹിരാകാശ ഏജൻസിയുടെ അന്തരീക്ഷ നിരീക്ഷണ ഉപഗ്രഹമാണ് ടൈംഡ്? നാസയുടെ അന്തരീക്ഷ നിരീക്ഷണ ഉപഗ്രഹമാണ് ടൈംഡ്. 2024 ലോക പുസ്തക ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? റീഡ് യുവർ വേ. 2024 ലോക പുസ്തക ദിനത്തിൻ്റെ പ്രമേയം റീഡ് യുവർ വേ എന്നായിരുന്നു. 100% ആദ്യ ഡോസ് കോവിഡ് വാക്സിനേഷൻ ലഭ്യമാക്കിയ കേരളത്തിലെ ആദ്യ ട്രൈബൽ വില്ലേജ് ഏതാണ്? നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത്. വയനാട് ജില്ലയിലെ നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തിലാണ് ആദ്യമായി 100% ആദ്യ ഡോസ് കോവിഡ് വാക്സിനേഷൻ പൂർത്തിയാക്കുന്നത്. കോവിഡ് വാക്സിൻ സ്വീകരിച്ച ഇന്ത്യയിലെ ആദ്യ വ്യക്തി ആരാണ്? മനീഷ് കുമാർ. കോവിഡ് വാക്സിൻ സ്വീകരിച്ച ഇന്ത്യയിലെ ആദ്യ വ്യക്തി മനീഷ് കുമാറാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന MS സ്വാമിനാഥൻ അന്തരിച്ചതെന്നാണ്? 2023 സെപ്റ്റംബർ 28. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് MS സ്വാമിനാഥൻ അന്തരിച്ചത് 2023 സെപ്റ്റംബർ 28. MS സ്വാമിനാഥന് ഭാരതരത്ന പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ്? 2024. MS സ്വാമിനാഥന് ഭാരതരത്ന പുരസ്കാരം ലഭിച്ച വർഷം 2024. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായ ജസ്റ്റിസ് ഫാത്തിമ ബീബി അന്തരിച്ചതെന്നാണ്? 2023 നവംബർ 23. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായ ജസ്റ്റിസ് ഫാത്തിമ ബീബി അന്തരിച്ചത് 2023 നവംബർ 23. ജസ്റ്റിസ് ഫാത്തിമ ബീവിയെക്കുറിച്ച് നീതിയുടെ ധീരസഞ്ചാരം എന്ന ജീവചരിത്രം രചിച്ചത് ആരാണ്? KT അഷറഫ്. ജസ്റ്റിസ് ഫാത്തിമ ബീവിയെക്കുറിച്ച് നീതിയുടെ ധീരസഞ്ചാരം എന്ന ജീവചരിത്രം രചിച്ചത് KT അഷറഫാണ്. ജസ്റ്റിസ് ഫാത്തിമ ബീവിക്ക് മരണാനന്തരം പത്മഭൂഷൺ ലഭിച്ച വർഷം ഏതാണ്? 2024. ജസ്റ്റിസ് ഫാത്തിമ ബീവിക്ക് മരണാനന്തരം പത്മഭൂഷൺ ലഭിച്ച വർഷം 2024 ആണ്. ജസ്റ്റിസ് ഫാത്തിമ ബീവിക്ക് കേരളപ്രഭ പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ്? 2023. ജസ്റ്റിസ് ഫാത്തിമ ബീവിക്ക് കേരളപ്രഭ പുരസ്കാരം ലഭിച്ച വർഷം 2023 ആണ്. ആപ്പിളിൻ്റെ ഐഫോൺ നിർമ്മിക്കുന്ന ആദ്യ ഇന്ത്യൻ കമ്പനി ഏതാണ്? ടാറ്റ. ആപ്പിളിൻ്റെ ഐഫോൺ നിർമ്മിക്കുന്ന ആദ്യ ഇന്ത്യൻ കമ്പനി ടാറ്റയാണ്. കേരള ബാങ്ക് സ്ഥാപിതമായതെന്നാണ്? 2019 നവംബർ 29. കേരള ബാങ്ക് സ്ഥാപിതമായത് 2019 നവംബർ 29. കേരള സർക്കാർ ജീവനക്കാരുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പുമായി സഹകരിക്കുന്ന ഇൻഷുറൻസ് കമ്പനി ഏതാണ്? ഓറിയൻ്റൽ ഇൻഷുറൻസ്. കേരള സർക്കാർ ജീവനക്കാരുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പുമായി സഹകരിക്കുന്ന ഇൻഷുറൻസ് കമ്പനി ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനിയാണ്. 2023 ഫോബ്സ് മാസിക പുറത്തുവിട്ട ലോകത്തിലെ ഏറ്റവും ശക്തരായ 100 വനിതകളിൽ ഉൾപ്പെട്ട ഇന്ത്യയുടെ കേന്ദ്ര ധനമന്ത്രി ആരാണ്? നിർമ്മല സീതാരാമൻ. 2023 ഫോബ്സ് മാസിക പുറത്തുവിട്ട ലോകത്തിലെ ഏറ്റവും ശക്തരായ 100 വനിതകളിൽ നിർമ്മല സീതാരാമൻ്റെ സ്ഥാനം 32ാം സ്ഥാനമായിരുന്നു.
2023 ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 161. 2023 ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 161. ഇലക്ട്രൽ ബോണ്ട് അഥവാ തെരഞ്ഞെടുപ്പ് കടപ്പത്രം പദ്ധതി റദ്ദാക്കി സുപ്രീം കോടതി ഉത്തരവിറക്കിയതെന്നാണ്? 2024 ഫെബ്രുവരി 15. ഇലക്ട്രൽ ബോണ്ട് അഥവാ തെരഞ്ഞെടുപ്പ് കടപ്പത്രം പദ്ധതി റദ്ദാക്കി സുപ്രീം കോടതി ഉത്തരവിറക്കിയത് 2024 ഫെബ്രുവരി 15. ഇലക്ട്രൽ ബോണ്ട് പദ്ധതി റദ്ദാക്കി ഉത്തരവിറക്കിയ സുപ്രീം കോടതിയിലെ 5-അംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ അധ്യക്ഷൻ ആരാണ്? ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. ഇലക്ട്രൽ ബോണ്ട് പദ്ധതി റദ്ദാക്കി ഉത്തരവിറക്കിയ സുപ്രീം കോടതിയിലെ 5-അംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ അധ്യക്ഷൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡാണ്. ഇന്ത്യയിൽ ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിന് അധികാരമുള്ള ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിന് അധികാരമുള്ള ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാനുള്ള കടപ്പത്രങ്ങളാണ് ഇലക്ട്രൽ ബോണ്ടെന്ന് അറിയപ്പെടുന്നത്. എന്താണ് ഇലക്ട്രൽ ബോണ്ടെന്ന് പറഞ്ഞാൽ? രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാനുള്ള കടപ്പത്രങ്ങളാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത്. ഫോബ്സ് റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ ആരാണ്? ബെർണാഡ് അർണോൾട്ട്. ഫോബ്സിൻ്റെ റിപ്പോർട്ട് പ്രകാരം നിലവിൽ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ ബെർണാഡ് അർണോൾട്ടാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാകുന്ന രാജ്യം ഏതാണ്? US. ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാകുന്ന രാജ്യം US ആണ്. 2023-24 സാമ്പത്തിക വർഷത്തിലെ കേന്ദ്ര ബജറ്റ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് എന്നാണ്? 2023 ഫെബ്രുവരി 1. 2023-24 സാമ്പത്തിക വർഷത്തിലെ കേന്ദ്ര ബജറ്റ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് 2023 ഫെബ്രുവരി 1. തുടർച്ചയായി 6 ബജറ്റുകൾ അവതരിപ്പിക്കുന്ന ആദ്യ വനിതാ ധനമന്ത്രി ആരാണ്? നിർമ്മല സീതാരാമൻ. തുടർച്ചയായി 6 ബജറ്റുകൾ അവതരിപ്പിക്കുന്ന ആദ്യ വനിതാ ധനമന്ത്രി നിർമ്മല സീതാരാമനാണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഹോൾമാർക്കിംഗ് സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഹോൾമാർക്കിംഗ് സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളമാണ്. നീതി ആയോഗിൻ്റെ ദാരിദ്ര്യ സൂചിക റിപ്പോർട്ട് 2023 ഇന്ത്യയിൽ ദാരിദ്ര്യം ഇല്ലാത്ത ഏക ജില്ല ഏതാണ്? എറണാകുളം. നീതി ആയോഗിൻ്റെ ദാരിദ്ര്യ സൂചിക റിപ്പോർട്ട് 2023 ഇന്ത്യയിൽ ദാരിദ്ര്യമില്ലാത്ത ഏക ജില്ല എറണാകുളമാണ്. പാപ്പുവ ന്യൂ ഗിനിയ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദി. പാപ്പുവ ന്യൂ ഗിനിയ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഇസ്രായേലിൻ്റെ പുതിയ ഇന്ത്യൻ അംബാസിഡർ ആരാണ്? റിയു വെൻ അസർ. ഇസ്രായേലിൻ്റെ പുതിയ ഇന്ത്യൻ അംബാസിഡർ റിയു വെൻ അസറാണ്. 2023 ജൂലൈയിൽ യുനെസ്കോയിൽ വീണ്ടും അംഗത്വം നേടിയ രാജ്യം ഏതാണ്? USA. 2023 ജൂലൈയിൽ യുനെസ്കോയിൽ വീണ്ടും അംഗത്വം നേടിയ രാജ്യം USA ആണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ലയായി പ്രഖ്യാപിച്ചത് ഏത് ജില്ലയാണ്? കൊല്ലം ജില്ല. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലം ജില്ലയാണ്. എല്ലാ മന്ത്രിമാർക്കും ഔദ്യോഗിക വെബ്സൈറ്റുള്ള ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. എല്ലാ മന്ത്രിമാർക്കും ഔദ്യോഗിക വെബ്സൈറ്റുള്ള ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. യുണീക്ക് തണ്ടപ്പേർ നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. യുണീക്ക് തണ്ടപ്പേർ നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ്. കർണാടക നിയമസഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ്? UT ഖാദർ. കർണാടക നിയമസഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി UT ഖാദറാണ്. ഇന്ത്യയിൽ ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള ക്ഷേമനിധി ബോർഡ് നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയിൽ ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള ക്ഷേമനിധി ബോർഡ് നിലവിൽ വന്ന സംസ്ഥാനം കേരളമാണ്. ഏഷ്യയിലെ ആദ്യ ബാലസൗഹൃദ നഗരം ഏതാണ്? തൃശ്ശൂർ. ഏഷ്യയിലെ ആദ്യ ബാലസൗഹൃദ നഗരം തൃശ്ശൂരാണ്. 2023 ആർ ശങ്കർ ഫൗണ്ടേഷൻ്റെ ആർ ശങ്കർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉമ്മൻചാണ്ടിക്ക്. 2023 മരണാനന്തരം ആർ ശങ്കർ പുരസ്കാരം ലഭിച്ചത് ഉമ്മൻചാണ്ടിക്കാണ്. 2024 റവന്യൂ അവാർഡിൽ മികച്ച ജില്ലാ കളക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ജെറോമിക് ജോർജ്.
തിരുവനന്തപുരത്തെ ജില്ലാ കളക്ടറായിരുന്ന ജെറോമിക് ജോർജിനാണ് 2024 റവന്യൂ അവാർഡിൽ മികച്ച ജില്ലാ കളക്ടർ പുരസ്കാരം ലഭിച്ചത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.